നമ്മൾക്കിടയിലേ ഞങ്ങളുടെ ലൈഫിലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത യാത്രകൾ ഉണ്ടാവില്ലേ, ഒട്ടും പ്ലാൻ ചെയ്യാതെ. അങ്ങനെയുള്ള യാത്രകളിൽ ഒന്നായിരുന്നു പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ഒന്ന് പറശ്ശിനി വരെ പോയിട്ട് വരാമെന്നുള്ളത്. അങ്ങനെ പോയി. എനിക്ക് ഇവിടെ പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. മുന്നേ ഒരുപാട് തവണ വന്നിട്ടുള്ള ബന്ധമുണ്ട്. കാരണം ഈ പുഴയുടെ പറശ്ശിനി അമ്പലത്തിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് അതേ കരയിൽ എൻ്റെ വല്യമ്മയുടെ വീടുണ്ട്. അവിടെ ഞാൻ അധികം വരാറുണ്ട്. പക്ഷേ ഈ പാലത്തിലൂടെ ആയിരുന്നില്ല വന്നത്. പണ്ട് തോണിയിൽ അക്കരെ ഇക്കരയായിട്ട് നേരെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കടത്തൊന്നുമില്ല. ഇപ്പോൾ പൂഴി വാരുന്നവരും ഇല്ല എന്നാണ് തോന്നുന്നത്. പണ്ട് കയറിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പാലത്തിൻ്റെ മേലെ കുറച്ച് സമയം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം സൺഡേ ആയിരുന്നു. ഞാൻ, ആദൂട്ടെ, അശ്വിൻ, ബിനോയ്, കാവ്യ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. ഈ പാലത്തിലൂടെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ ബസ് കിട്ടാൻ കുറച്ച് വിഷമമായ സമയമായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ ഇതിലൂടെയൊക്കെ കുറേ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതെങ്ങാനും പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളത്തിൽ വീഴും, എൻ്റെ അമ്മയെ ആര് രക്ഷിക്കും, എനിക്ക് നീന്താൻ അറിയില്ലല്ലോ എന്നൊക്കെ എൻ്റെ ചെറിയ മനസ്സിന് ഇങ്ങനെ തോന്നുമായിരുന്നു ചെറുപ്പത്തിൽ വന്നപ്പോൾ. പിന്നീടാണ് ഈ പാലം വന്നതൊക്കെ. പാലക്കല്ല, അങ്ങനെ കിട്ടിയ സ്ഥലത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. എന്താട്ടോ മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോയി. ഇവിടെ കുറേ പട്ടികളുണ്ടാവും. റോഡുമ്പിലും അമ്പലത്തിലും ഒക്കെ ആയിട്ട് ഒരുപാട് പട്ടികളുണ്ടാവും. മുത്തപ്പൻ്റെ വാഹനമാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി പോയി. അങ്ങനെ ഞങ്ങൾ മെയിൻ കവാടത്തിലെത്തി. നേരെ പോയി കാലൊക്കെ കഴുകി ഉള്ളിൽ കയറി കുറച്ച് സമയം പ്രാർത്ഥിച്ചു. കുറച്ചധികം നേരം ഇരുന്നു. കാരണം ഞാനൊരിക്കലും ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഇവിടെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് എത്തിയിട്ടില്ല. ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ വിളക്ക് കത്തിച്ചതും തൊഴുത ഇത് തുറന്നിട്ട് കണ്ടതൊക്കെ അന്നാണ് ആദ്യമായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു വിനോദസഞ്ചാര മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പൂക്കളും ബോട്ടുകളൊക്കെ ആയിട്ട്. ബോട്ടിൻ്റെതൊക്കെ അടച്ചിരുന്നു. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വൈകി, അതുകൊണ്ടത് പൂട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതേ പുഴയിങ്ങനെ നോക്കിക്കാൻ നല്ല ഭംഗിയാണ്. ഇതിലൂടെയാണ് ബോട്ട് കയറാൻ പോകേണ്ടത്, ബോട്ട് ജെട്ടിയിലേക്ക്. അത് കൃത്യസമയത്ത് തന്നെ ക്ലോസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് അങ്ങോട്ട് പോയില്ല. ഇവിടെ നിന്നൊക്കെ മുന്നേ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. ചായയും ഈ പ്രസാദം അവിലല്ല, പയറും തേങ്ങാക്കൊത്തും. ഇത് നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യം ചാടിക്കാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി തിരിച്ച് മടങ്ങി. ആദൂട്ടിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു സാധനം വാങ്ങാൻ വാശി പിടിക്കുന്നതെന്ന്. പക്ഷേ പാവം കുറേ ക്ഷമിച്ചു. പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് വാട്ടറിൽ, വെള്ളത്തിൽ. ഞങ്ങളങ്ങോട്ട് പോയില്ല, വെറുതെ ഒന്ന് വ്യൂ കണ്ടെന്നേ ഉള്ളൂ. കാഴ്ചയൊക്കെ കണ്ട് മടങ്ങി. അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ വാങ്ങിക്കൊടുത്തില്ല. കാരണം ആ ഒറ്റ സെക്കൻഡിൽ ഉണ്ടാവും തച്ച പൊട്ടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് ഒരു പ്രത്യേക ഭംഗി തോന്നി എനിക്ക്. അത്ര പെട്ടെന്ന് പൊട്ടുമെന്നും അറിയാം. ഇങ്ങനെ ഒരു ഭംഗി. ഇതൊക്കെ വാങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്നു.
പാട്ടൊക്കെ വെച്ചിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്തു. അവിടുന്ന് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് അവിടെ നിന്നെങ്കിലും ചായ കുടിക്കാൻ കരുതി. അങ്ങനെ കുറേ ദൂരെ എത്തിയപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ നിർത്തി. അവിടുന്ന് ചായ കുടിച്ചു, വയറൊക്കെ നിറച്ചു. അങ്ങനെ പെട്ടെന്ന് ആഗ്രഹിക്കാതെ എവിടെ എത്തിയപ്പോൾ മുത്തപ്പനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സത്യം പ്രതീക്ഷിക്കാതെ പ്ലാൻ ചെയ്യാതെ പോയപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി. ഈ റെസ്റ്റോറൻറ്റിലായിരുന്നു ഭക്ഷണം കഴിക്കാൻ കയറി. ഓക്കെ, ബൈ.